സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ അവസാനം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. ഏ സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു ഒരു സാധനം കെൽപ്പ് ഫാം പണിഞ്ഞ് അത് ഫെയിൽഡ് ആയി പോയായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞാണ് അവിടെയായിരുന്നു പണിഞ്ഞത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഏതാണ്ട് ഇവിടെ കൊണ്ടുപോയി പണിഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ പണിഞ്ഞപ്പോൾ നല്ല കിടുവായിട്ട് വർക്ക് ആകുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ പണിഞ്ഞപ്പോൾ വർക്ക് ആവുന്നില്ല, ഇവിടെ പണിയുമ്പോൾ വർക്ക് ആവുന്നുണ്ട്. കണ്ടോ, നല്ല കിടുവായിട്ട് സൂപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട്. പിന്നെ ഞാനൊരു 10 മിനിറ്റൊക്കെ ഓണാക്കി ഇട്ട് നോക്കിയായിരുന്നു. അപ്പോഴും വലിയ കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഈ ചെസ്റ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പം തന്നെ ഇത്ര ആയി, എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്താണ് വലിയൊരു ലാവാ പൂളുണ്ട്. സോ അതൊരു ചെറിയ പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറേ ഒബ്സിഡിയം കളക്ട് ചെയ്ത് പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ ഒബ്സിഡിയനൊക്കെ എടുത്ത് വെച്ച് തന്നെ ഈ പോർട്ടലിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഇന്നൊരു പുത്തൻ പോർട്ടൽ വെക്കാൻ പോവുകയാണ്. സോ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല. സോ അതൊക്കെ തന്നെ അത്രയൊക്കെ. സോ ഫസ്റ്റ് തന്നെ ഈ പോർട്ടൽ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. നമുക്ക് എന്നിട്ട് 4 സൈഡുള്ള ആ പോർട്ടൽ അങ്ങനെ സെറ്റാക്കാനാണ് പ്ലാന്. പിന്നെ ഒരു വേറെ കാര്യം, ഞാൻ ഈ പോർട്ടലിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് കൂട്ടുന്നുണ്ട്. ആ കാര്യം കൂടെ ഓർക്കണം. സോ അതിനുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു 46 ഇത്, പിന്നെ കുറച്ച് ഡേർട്ട്, പിന്നെ എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് ഡീപ്പ് സ്ലേറ്റ് വേണം. കാരണം കുറച്ചൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിന് വേണ്ടി കുറച്ച് ഡീപ്പ് സ്ലേറ്റും കൂടെ എടുത്തേക്കാം. കാരണം അപ്പം കുറച്ചും കൂടെ ഒന്നൊരു ഫിനിഷും ആയിരിക്കും. സോ ആവശ്യമുള്ള സാധനം എല്ലാം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. സോ ഫസ്റ്റ് തന്നെ ഇതൊന്ന് അടയ്ക്കണം. ഓക്കെ, അത് അടച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ പോർട്ടൽ പണിയാൻ തുടങ്ങാം. ഞാൻ ഒരു 3 ബ്ലോക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പോർട്ടൽ ബിൽഡ് ചെയ്യുന്നത്. മറ്റേ 2 ബ്ലോക്കിൻ്റെ അല്ല, കുറച്ചും കൂടെ എനിക്ക് വീതി വേണം കയറാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഒരു 3 ബ്ലോക്കിൻ്റെ ഗ്യാപ്പിലിട്ടാണ് ഇത് പണിയുന്നത്. ലൈക്ക് ദീസ്. ഇങ്ങനെ നമുക്ക് 4 സൈഡിലുള്ള ഇത് പോർട്ടൽ ബിൽഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പോർട്ടൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ സ്ലാബ് വെക്കണം. പക്ഷേ സ്ലാബ് കയ്യിലുണ്ടോ? ഇല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റോൺ ബ്രിക്സ് തന്നെ വെക്കാം സ്ലാബായിട്ട്. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ച് മാറ്റട്ടെ. സോ ഇതിനി ഇങ്ങനെ അങ്ങ് വെക്കണം. ഇപ്പം കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടിയില്ലേ? എത്ര ചോദിക്കില്ല, കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്നൊരു ഫീലില്ലേ? അത് തന്നെ. സോ ഇനി മെയിൻ കാര്യം നമ്മുടെ വുഡ് എടുക്കുക. നേരെ ഇങ്ങനെ 4 സൈഡിൽ ഈ സംഭവം ഈ ഒബ്സീഡിയൻ പില്ലർ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ 4 സൈഡിലും വെക്കും. എനിക്ക് മെയിനായിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഈ ഒബ്സീഡിയൻ കാണാതിരിക്കാൻ വേണ്ടിയാണ്. സോ അങ്ങനെ ഇതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇനി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽസും കുറച്ചും കൂടെ ഒന്ന് ഫിനിഷ് കിട്ടാൻ വേണ്ടി ഇതങ്ങ് സ്ട്രിപ്പ് ചെയ്തേക്കാം എല്ലാ സൈഡത്തെ ലോകം. അപ്പം കുറച്ചും കൂടെ ഒരു ഫിനിഷ് ലുക്ക് കിട്ടും. അതുകൊണ്ടാണ്. സോ വേണ്ട, ഇതിനെയും കൂടെ അങ്ങ് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അത്രയും സെറ്റപ്പാക്കി ഞാൻ ബിൽഡ് ചെയ്യുന്നില്ല. കാരണം അത്രയും സെറ്റപ്പാക്കി ബിൽഡ് ചെയ്താൽ വല്ല ആവശ്യം വന്ന് പൊട്ടിങ്ങാനും പോയാൽ മുഞ്ചും. അതുകൊണ്ടാണ് ഞാൻ വലിയ സെറ്റപ്പായിട്ട് ബിൽഡ് ചെയ്യാത്തത്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട അത്രയും. സോ ഇതും കൂടെ പൊട്ടിച്ച് മാറ്റട്ടെ. സോ ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഇനിയാണ് മെയിൻ കാര്യം. സോ ഫസ്റ്റ് തന്നെ വേണ്ട ഇത് നോക്കട സ്റ്റെയർ. കാരണം അപ്പം കുറച്ചും കൂടെ ഒരു സർക്കിൾ ലുക്ക് വരും. ഇനി എന്നാ വേണ്ടെന്ന് ചോദിച്ചാൽ ഈ ബ്ലാക്ക് ഇതിങ്ങനെ വെക്കണോ? നോക്കട്ടെ. ഓ വേണ്ട, കാരണം ആ ലുക്ക് പോവും. അതുകൊണ്ട് അത് വേണ്ട. സോ ഒരു കാര്യം ചെയ്യും, ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാം. കാരണം ട്രാപ്പ് ഡോർ വെക്കാം. കാരണം അപ്പം ഈ നിലത്തെ ഗ്രാസും കൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഒറ്റ ഒരു ലെയർ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. സോ ഞാനിപ്പോൾ മുകളിലും കൂടെ 2 സ്റ്റെയർ വെച്ചിട്ടുണ്ട്. സോ ഇനി എന്നാ വെക്കണ്ടേന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടിയില്ല. നമുക്ക് ഇനി വാർക്കി ഒന്ന് സെറ്റാക്കണം. സോ അതിനുവേണ്ടി ഞാൻ വേണ്ട ഈ ഡീപ്പ് സ്ലൈറ്റിൻ്റെ സ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ദാണ്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് എന്താ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഇട്ടൊരു പില്ലറും കൂടെ പണിയണം. അത് നമുക്ക് പണിയാം. അതിന് മുമ്പ് നമുക്ക് മേളിൽ കയറി ഈ ഓട്ടയൊന്ന് അടയ്ക്കണം. ഈ ഓട്ട അല്ലേ കുറച്ചും കൂടി വൃത്തികേടാണ്. സോ ഒന്ന് അടയ്ക്കട്ടെ. ഓക്കെ, മേളിൽ കയറി കണ്ട് ഇങ്ങനെ ഒന്ന് അടച്ചാൽ മതി. എന്നിട്ടൊന്ന് സ്ട്രിപ്പും കൂടെ ചെയ്ത് വിട്ടാൽ മതി, വേറെ ഈ വിഷയം കാണത്തില്ല. സോ ഇതെല്ലാം കൂടെ അങ്ങ് എടുത്തിട്ട് അങ്ങ് സ്ട്രിപ്പ് ചെയ്തങ്ങ് വെച്ചാൽ എല്ലാ കാര്യവും സെറ്റായി. സോ ഇതും കൂടെ അങ്ങ് സ്ട്രിപ്പ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ അവസാനത്തെ സ്ഥലത്ത് സ്ട്രിപ്പ് ചെയ്ത് എല്ലാം ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി വാർക്കെല്ലാം ഒന്ന് സെറ്റാക്കണം. സോ ഞാനിപ്പം പ്ലാങ്ക് വെച്ച് നോക്കി, പക്ഷെ അത്രയും പോരാ, ചുമ്മാതിരി രീതി ഇരിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. സോ സ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴും ഒരുമാതിരി വൃത്തിയായിട്ട ലുക്കാണ്, മറ്റേ സാൻഡ്വിച്ച് ഇരിക്കുന്ന പോലെ. അതുകൊണ്ട് അതും വേണ്ട. സോ ഇപ്പം എങ്ങനെയുണ്ട്?
ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പം കുറച്ചും കൂടെ വൃത്തിയുണ്ട്. കാരണം ഞാൻ എൻ്റെ മുകളിലേക്ക് സ്റ്റേഴ്സിനെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്, അകത്തേക്ക് കുറച്ചും കൂടെ കയറ്റി. അപ്പം കുറച്ചും കൂടി ലുക്കില്ലേ? ഉണ്ട് 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 ഉണ്ട്, അതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ. സോ ഇന്ന് നമുക്ക് വേണ്ടത് പില്ലർ വെക്കണം. പില്ലർ വെക്കാൻ എൻ്റെ കയ്യിൽ ഡീപ് സ്ലൈറ്റേ ഉള്ളൂ. അടിപൊളി, കൊള്ളാം, നൈസ്. ഓക്കെ, ഞാൻ ഇപ്പം കുറച്ചും കൂടെ കോബാൾട്ട് ഡീപ് സ്ലൈറ്റ് ആക്കിയിട്ട് ഞാൻ കുറച്ച് സ്ലാബും ഷെൽഫും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സൈഡിൽ വെച്ചാൽ കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇതൊന്ന് വെച്ച് നോക്കട്ടെ. പക്ഷേ ഇതെന്തൊരു വേറെ ഒരു ലുക്ക് പോലെ ഇല്ലേ? അതെ അതെ അതെ, വേറെ ലുക്ക് പോലെ ഉണ്ട്. ഇത് പൊട്ടിച്ച് മാറ്റിയേക്കാം, കാരണം അത്രയും പോരാ. പോരാ പോരാ പോരാ. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് തന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെ. സോ നമുക്കൊരു കാര്യം, നമുക്ക് ഇനി ഇവിടെ ഒരു പില്ലറും കൂടെ അങ്ങ് സെറ്റാക്കാം. അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടും ഈ അറ്റത്തേക്ക്. സോ ചാടി വെക്കാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, അതാണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ അങ്ങ് വെച്ചാൽ മതി. മുകളിലേക്ക് വെക്കണ്ട. മുകളിൽ നമുക്ക് വല്ല ലാൻഡേ വല്ല വെക്കാം ലൈറ്റിന് വേണ്ടി. സോ ഇതും കൂടെ ഇങ്ങനെ വെച്ചാൽ 2000 years later. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ പോർട്ടൽ പണിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. സോ ഇന്ന് രാവിലെ എടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പോർട്ടൽ. അത് ആദ്യം ഒന്ന് ഫ്ലിങ്ക് ചെയ്യട്ടെ, എല്ലാവരെ ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ, എന്നാലേ കറക്റ്റാ ലുക്കിൽ കിട്ടത്തുള്ളൂ. പക്ഷേ ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇതാണ് നമ്മുടെ പോർട്ടൽ. എങ്ങനെയുണ്ട്? കിടു പോർട്ടലല്ലേ? സോ ഞാൻ ഇതിൻ്റെ അകത്ത് അധികം ഒന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല, അതുപോലെ കാര്യം. സോ പിന്നെ എന്നാ ചോദിച്ചാൽ എനിക്ക് മെയിനായിട്ട് ഈ ഒബ്സിഡിയൻ ഇരിക്കാൻ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഷെൽഫൊക്കെ വെച്ച് ഇപ്പോൾ ഒട്ടും ഒബ്സിഡിയൻ കാണാത്ത രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം അങ്ങ് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഫുഡും തീർന്നു, അത് കുഴപ്പമില്ല. പിന്നെ ഒന്ന് ഫുഡ് എടുക്കാം. സോ പിന്നെ ഉള്ളത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് മതിലൊക്കെ കെട്ടി സെറ്റാക്കി. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫുഡ് കുറച്ചെടുക്കട്ടെ. ഫുഡ് തീർന്നു പോയി. ഇതിൻ്റെ അകത്ത് കാണുമായിരിക്കാം. പിന്നെ ഇല്ല, കാണാതിരിക്കുക, ഞാൻ എടുത്ത് വെച്ചതല്ലേ. സോ പിന്നെ എന്നാ ചോദിച്ചാൽ പിന്നെ ഞാൻ ഈ സൈഡിൽ മതിലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ചുറ്റും. കാരണം ഇതെനിക്ക് ഈ പോർട്ടലിൽ ഇങ്ങനെ ചുമ്മാ വെച്ചപ്പോൾ അതിനൊരു ഇത് ഇല്ലാതെയായിപ്പോയി, ഏതൊരു ലുക്ക് ഒരു ഗുമ്മില്ലാതെയായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ മതിൽ വെച്ചൊന്ന് പോർട്ടലിനൊന്ന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ബാക്കിയുള്ള ബിൽഡുകളിൽ നിന്നും, അതുകൊണ്ട് ഞാൻ ഇവിടെ ചുറ്റും ഒരു മതിൽ വെച്ചുകൊണ്ട് ഇപ്പം കുറച്ചും കൂടെ കുഴപ്പമില്ലാതായിട്ടുണ്ട്. കാരണം ഞാൻ 4 സൈഡിലും പോർട്ടൽ വെച്ചുകൊണ്ട് 4 സൈഡിൽ നിന്നും കയറി വരാതിരിക്കാൻ വേണ്ടി. സോ പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ പോർട്ടൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. പിന്നെ നമുക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത തവണത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് പണിയണം. കാരണം നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് നല്ല പ്ലെയിൻസ് ആണ്. സോ ഇവിടെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബിൽഡ് വെക്കണം. ഞാൻ മിക്കവാറും സൂപ്പർ സ്മെൽറ്ററൊക്കെ വെക്കാനാണ് ചാൻസ്. കാരണം അത് ഈ വീടിൻ്റെ അടുത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഉള്ളത് നമ്മുടെ പോർട്ടലിൻ്റെ പുറകിൽ ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വല്ല ഡെക്കറേഷൻ വല്ല ഏരിയ ആയിട്ട് വേണേൽ വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് SP ഫാം വേണേൽ വെക്കാം. പിന്നെ മെയിൻ കാര്യം നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ ഐലൻഡിലേക്ക് ഒരു പോർട്ടലും കൂടെ പണിയണം. സോ അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യം. സോ ഇന്നത്തെ പരിപാടി എന്തായാലും തീർന്നിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ചെയ്യണം ചോദിച്ചാൽ ഇല്ല. സോ എന്തായാലും എനിക്ക് ഈ പോർട്ടൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇനി എന്നാ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് ബൈ.